അടുത്ത കഥ പറയുന്നത് കൊച്ചിക്കാരിയായ സന്ധ്യ നരേൻ. ബാങ്ക് ഉദ്യോഗസ്ഥയാണ്. ഇപ്പോ ഗോവയിലാണ് താമസം. മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിലും കഥ പറയുന്ന ഒരു കഥാകാരിയാണ് സന്ധ്യ. സന്ധ്യ എന്ന് പറയാൻ പോകുന്ന കഥ രുരുവും പ്രമദ്വരയും എന്ന മഹാഭാരതത്തിലെ ഒരു കഥയാണ്. മഹാഭാരതത്തിൽ നിന്നും സ്നേഹത്തെക്കുറിച്ച് ഉള്ള ഒരു കഥയാണ്. സ്വന്തം ഭാര്യയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി രുരു എന്ന മഹർഷി ചെയ്ത ഒരു ത്യാഗത്തിന്റെ കഥയാണ്. നമ്മൾക്ക് സന്ധ്യയെ വെൽക്കം ചെയ്യാം. പ്രിയതമാ പ്രിയതമാ പ്രണയലേഖനം എങ്ങനെ എഴുതണം? മുനികുമാരികയല്ലേ ഞാനൊരു മുനികുമാരികയല്ലേ. അല്ല, ആരൊക്കെയായി വന്നിരിക്കുന്നത്? എല്ലാവർക്കും സ്വാഗതം. പ്രമദ്വര എന്ന എന്റെ കഥ, അല്ല എന്റെ മുനികുമാരനായ രുരുവിന്റെ, അല്ല ഞങ്ങളുടെ സ്നേഹത്തിന്റെ കഥ കേൾക്കാനല്ലേ നിങ്ങൾ എല്ലാവരും എത്തിയിരിക്കുന്നത്. എന്നാൽ കേട്ടോളൂ. രുരുവിന്റെ മുത്തച്ഛനിൽ നിന്ന് വേണം കഥ തുടങ്ങാൻ. ച്യവന മഹർഷിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? ച്യവന മഹർഷിയുടെയും സുകന്യയുടെയും മകനായിരുന്നു പ്രമതി. പ്രമതി അച്ഛൻ വിവാഹം കഴിച്ചിരുന്നത് അപ്സരസായ ഘൃതാച്ചിയെയും. അവരുടെ പുത്രനാണ് രുരു. രുരു അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം അവർ പഠിപ്പിച്ച എല്ലാ വിദ്യകളും അഭ്യസിച്ച് മിടുക്കനായി വളർന്നുകൊണ്ടിരുന്ന സമയം. അന്ന് അങ്ങകലെ ദേവലോകത്തിൽ, ഇന്ദ്രലോകത്തിൽ അപ്സരസായ മേനക, അതായത് എന്റെ അമ്മയ്ക്ക് ഗന്ധർവ രാജാവായ വിശ്വവസുവിനോട് അനുരാഗം തോന്നി. അങ്ങനെ പ്രമദ്വര എന്ന ഞാൻ പിറന്നു. എന്നാൽ ദേവലോകത്തിലെ നിയമങ്ങൾക്കനുസരിച്ച് അവിടെ ഒരു കുടുംബജീവിതം നയിക്കാൻ അമ്മയ്ക്ക് അവകാശമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പാവം എന്റെ അമ്മ എന്നെ ഇവിടെ ഭൂമിയിൽ സ്ഥുലകേശ മഹർഷിയുടെ ആശ്രമത്തിനു സമീപം ഉപേക്ഷിക്കേണ്ടി വന്നു. മക്കളില്ലാതിരുന്ന സ്ഥുലകേശ മഹർഷിക്കും ഭാര്യയ്ക്കും എന്നെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അവരുടെ വളർത്തുമകളല്ല, മകളായിട്ട് അവരെന്നെ വളർത്തി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, അന്ന് വസന്തകാലമായിരുന്നു. ഇതുപോലെ ഇന്നത്തെ പോലെ പൂക്കളും ചെടികളും വള്ളികളും എല്ലാം പൂത്തു തളിർത്ത് അന്തരീക്ഷത്തിൽ സുഗന്ധം പരത്തി നിന്നിരുന്ന ഒരു ദിവസം. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് എന്റെ മനക്കണ്ണിൽ നിന്നും നിങ്ങൾ കണ്ടോളൂ. അന്നാണ് രുരു ആദ്യമായി ഇങ്ങോട്ട് വന്നത്. നടന്നു ക്ഷീണിച്ചു. വല്ലാത്ത ദാഹം. ഈ കാട്ടിൽ ആൾപ്പാർപ്പൊന്നുമില്ലെന്ന് തോന്നുന്നു. ഇനി എന്തു ചെയ്യും? അവിടെ ഒരു ആശ്രമം. അവിടെ പോയി ചോദിക്കാം. ആരെങ്കിലും ഉണ്ടോ? എനിക്ക് കുറച്ച് ജലം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ആരാണിത്? ആരാണ് ഈ സുന്ദരിയായ യുവതി ഈ കൊടുംകാട്ടിൽ? ജലത്തിന് നന്ദി. കുട്ടി ഏതാണ്? ഈ കാടിന് നടുവിൽ എങ്ങനെ കഴിയുന്നു? ഞാൻ പ്രമദ്വര, സ്ഥുലകേശ മഹർഷിയുടെ മകളാണ്. അത് ശരി, കുട്ടി നന്നായി വരും. എനിക്ക് എന്താണെന്നറിയില്ല. ഈ പെൺകുട്ടിയെ കണ്ടത് മുതൽ വല്ലാത്തൊരു ആകർഷണമല്ല, ശരിക്കും സ്നേഹം തന്നെ. എനിക്ക് അവളെ ഭാര്യയായി വേണം. എന്തോ ഒരു മുജ്ജന്മ ബന്ധമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. ഇന്ന് തന്നെ ഞാൻ അച്ഛനോട് പോയി പറയും. അന്ന് തന്നെ രുരു തന്റെ അച്ഛനോടും അമ്മയോടും പ്രമദ്വരയെ കണ്ട കാര്യം പറയുന്നു.
അവർ ഏറെ ആഹ്ലാദത്തോടെ പിറ്റേന്ന് തന്നെ എത്തി പ്രമദ്വരയുടെ അച്ഛനെയും അമ്മയെയും കാണുന്നു. രണ്ടു കുടുംബങ്ങളും തമ്മിൽ അവരുടെ വിവാഹം ഉറപ്പിക്കുന്നു ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ. പിന്നീടുള്ള ദിവസങ്ങൾ സന്തോഷഭരിതമായിരുന്നു. അവർ വളരെ അധികം സമയം ഒന്നിച്ചു ചെലവഴിച്ചു, ഒരുപാട് സംസാരിച്ചു. പ്രകൃതി പോലും അവരുടെ സ്നേഹത്തിൽ അസൂയ പൂണ്ടെന്ന പോലെയായിരുന്നു. വിവാഹത്തിനുള്ള ദിവസങ്ങൾ മണിക്കൂറുകളും എണ്ണി എണ്ണി അവർ കാത്തിരുന്നു. സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ. വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പ്രമദ്വര രുരുവിനെ പറ്റി ചിന്തിച്ച് അലക്ഷ്യമായി ആശ്രമത്തിന് അടുത്ത് നടക്കുകയായിരുന്നു. അന്നേരം തന്റെ കാലിൽ കടിച്ചത് ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പാണെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പേ പ്രമദ്വര മോഹാലസ്യപ്പെട്ടു വീണു. അതിവേഗം തന്നെ ആ വിഷം പടർന്ന് അവൾ മരണത്തിലേക്ക് നീങ്ങി. ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ വിവരമറിഞ്ഞ് രുരു ഓടിയെത്തിയപ്പോഴേക്കും വൈകിയിരുന്നു. പ്രമദ്വരെ, പ്രമദ്വരെ, എഴുന്നേക്കൂ, എഴുന്നേക്കൂ പ്രമദ്വരെ. എന്താ എന്താ സംഭവിച്ചത് നിനക്ക്? എന്ത്, അവളെ തിരിച്ചു വരില്ലെന്നോ? എന്താണ് അവൾക്ക് പറയുന്നേ? ഇല്ല, ഞാൻ അനുവദിക്കില്ല, ഞാൻ അനുവദിക്കില്ല. ഇവളെ ഇവളെ ഞാൻ ഞാൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഇവൾ ഇന്നേരം ജീവിതത്തിലേക്ക് വന്നില്ലെങ്കിൽ ഞാൻ ഇതുവരെ നേടിയെടുത്ത എന്റെ എല്ലാ തപശക്തിയും കൊണ്ട് ഇവിടം മുഴുവനും ഭസ്മമാക്കും. ശപിച്ച് ഞാൻ ഭസ്മമാക്കും. പ്രമദ്വരെ, കേൾക്കുന്നില്ലേ ആരും? അന്നേരം ഒരു അശരീരി അവരെ മുഴങ്ങി. രുരു, ഒരിക്കൽ മരണത്തിലേക്ക് പോയവർ തിരിച്ചു വരിക അസാധ്യമാണ്. അസാധ്യമായി യാതൊന്നും എന്റെ നിഘണ്ടുവിലില്ല. എന്റെ സ്നേഹം സത്യമാണെങ്കിൽ, എന്റെ തപസ്സിന് ശക്തി ഉണ്ടെങ്കിൽ ഇവൾ ജീവിതത്തിലേക്ക് വന്നേ മതിയാകൂ. അതിന് ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. രുരു, ഞാൻ യമദൂതനാണ്. നിനക്ക് നിന്റെ ആയുസ്സിന്റെ പകുതി പ്രമദ്വരയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ സാധിക്കുമോ? എങ്കിൽ പ്രമദ്വരയ്ക്ക് ഞങ്ങൾ ജീവൻ നൽകാം. എടുത്തോളൂ, എന്റെ ആയുസ്സിന്റെ പകുതി നിങ്ങൾ എടുത്തോളൂ. എന്റെ പ്രമദ്വരയെ ജീവൻ നൽകൂ. അങ്ങനെ യമദൂതൻ യമനോട് ആവശ്യപ്പെട്ട പ്രകാരം രുരുവിന്റെ ആയുസ്സിന്റെ പകുതിയും കുറച്ചു. പകരം പ്രമദ്വരയെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ഒരു ഉറക്കത്തിൽ നിന്നെന്ന പോലെ അവൾ എഴുന്നേറ്റു. രുരു, രുരു, എനിക്ക് എന്താ സംഭവിച്ചത്? പ്രമദ്വരെ, നീ തിരിച്ചു വന്നോ? ഈ നിമിഷത്തിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ഇനി നമ്മളെ പിരിക്കാൻ ഒരു പ്രപഞ്ച ശക്തിക്കും സാധ്യമല്ല എന്ന് പറഞ്ഞ് രുരു പുണർന്നു. അങ്ങനെ രുരുവിന്റെയും പ്രമദ്വരയുടെയും കഥ മഹാഭാരതത്തിന്റെ ഒരു ഏടിൽ അധികം ആരും അറിയപ്പെട്ടില്ലെങ്കിലും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഒരു വലിയ ഒരു പ്രതീകമായി നള ദമയന്തിയുടെ കഥ പോലെ, അല്ലെങ്കിൽ സത്യവാൻ സാവിത്രിയുടെ കഥ പോലെ, എന്നാൽ ഒരു പുരുഷൻ ചെയ്ത ത്യാഗത്തിന്റെ കഥയായി നിലകൊള്ളുന്നു. കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. സന്ധ്യ, കഥ വളരെ നന്നായിരുന്നു. അധികം കേൾക്കാത്ത ഒരു കഥയാണ് മഹാഭാരതത്തിൽ. അധികം ആരും ഈ കഥ കേട്ടിട്ടുണ്ടാവാൻ വഴിയില്ല. കഥയിൽ തന്നെ പറഞ്ഞ പോലെ എപ്പോഴും സ്ത്രീകൾ ത്യാഗം സഹിക്കുന്ന ഒരു പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ്. അത് വളരെ അപൂർവമായിട്ട് കേൾക്കാവുന്ന സംഭവങ്ങൾ. അപ്പൊ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, രുരു പ്രമദ്വര
രണ്ട് പേരുകൾ. അത് മഹാഭാരതത്തില് വ്യാസമുനി ഓരോരുത്തർക്കും പേരുകൾ കൽപ്പിച്ച് നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഗുരു, പ്രമദ്വര വളരെ വ്യത്യസ്തമായ പേരുകൾ, അതിന് എന്തെങ്കിലും പ്രത്യേകം അർത്ഥം കൽപ്പിച്ചിട്ടുണ്ടോ? അതെ, തീർച്ചയായും ഉണ്ട്. വ്യാസമഹാഭാരതത്തിൽ വ്യാസമുനി എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന പേരുകൾ യുണീക്കാണ്. അതിനെല്ലാത്തിനും അതിന്റെ അർത്ഥമുണ്ട്. രുരു എന്ന വാക്കിന്റെ അർത്ഥം കരഞ്ഞുകൊണ്ടിരിക്കുന്നവൻ. ആ ഒരു കരച്ചിൽ എന്ന് പറയുന്നതായിരുന്നു അതിന്റെ ഒരു ഹൈലൈറ്റ് ആ കഥയുടെ. അപ്പോ രുരു എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നവൻ. പ്രമദ്വര എന്ന വാക്കിന്റെ അർത്ഥം അലക്ഷ്യമായി, അശ്രദ്ധമായി സഞ്ചരിക്കുന്നവൾ എന്നായിരുന്നു. കാരണം അതാണല്ലോ അപകടത്തിലേക്ക് നയിച്ചത്. അപ്പോൾ വ്യാസമുനി കൽപ്പിച്ചു നൽകിയ പേരുകൾക്കെല്ലാം അവരുടെ ജീവിതകഥയുമായി ഒരു ബന്ധം ഉണ്ട്. കൃഷ്ണ എന്ന പേരിൽ 3 കഥാപാത്രങ്ങളുണ്ട്. ഭഗവാൻ കൃഷ്ണൻ കൂടാണ്ട് കൃഷ്ണ ദ്വൈപായനനുണ്ട്, പിന്നെ ദ്രൗപദിയുടെ മറ്റൊരു പേര് കൃഷ്ണ എന്നാണ്. അങ്ങനെ എല്ലാ വാക്കുകൾക്കും, എല്ലാ പേരുകൾക്കും അതിൻ്റെതായ ഒരു അർത്ഥം വ്യാസമുനി കൽപ്പിച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു.